നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുങ്കാറ്റുകൾ നിറഞ്ഞ ഒരു ജീവിതയാത്രയാണ് നാം എല്ലാവരും നയിക്കുന്നത്. ഈ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ നമ്മുടെ ജീവിതമാകുന്ന പടക് തകർന്നു പോകുമെന്ന് നാം എല്ലാവരും ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുവാനുള്ള കാരണങ്ങൾ പലതാണ്. നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. സത്യത്തിൽ ഇതിനെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ ബലമില്ലാത്തതിനും കാരണങ്ങളുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തതുമാണ് അതിൻ്റെ കാരണം. റോബർട്ട് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ അനുഭവം പങ്കുവെച്ചത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കപ്പൽ യാത്ര നടത്തുകയാണ്. ആ കപ്പൽ യാത്ര നടത്തുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആ പാറക്കെട്ടിൽ കപ്പലിടിച്ച് തകരുമെന്നവർ ഭയപ്പെട്ടു. ജീവന് വേണ്ടി ഭയചകിതരായി ആ കപ്പലിലെ യാത്രികരെല്ലാം നിലവിളിക്കുമ്പോൾ റോബർട്ട് സ്റ്റീവൻസൺ നിയമലംഘനം നടത്തിയിട്ടെങ്കിലും ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റന്റെ മുറിയിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്നു. ആ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൂരെ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന സകല കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. യാതൊരു ഭാവഭേദവും കൂടാതെ ആർത്ത് അലയ്ക്കുന്ന ആ കടലിൻ്റെ നടുവിൽ യാതൊരു ഭയവുമില്ലാതെ വളരെ തന്മയത്വത്തോടുകൂടെ കപ്പൽ നിയന്ത്രിക്കുന്ന ആ കപ്പിത്താനെയാണ്. ഒരു വേള കപ്പിത്താൻ തന്റെ മുഖം ധരിച്ച് ക്ഷണിക്കപ്പെടാതെ തന്റെ മുറിയിലേക്ക് വന്ന ഈ ആളെ ശ്രദ്ധിച്ചു. എന്നിട്ട് സൗമ്യമായി അദ്ദേഹം പുഞ്ചിരിച്ചു. മാത്രമല്ല, വീണ്ടും ആ കപ്പലിനെ നേർദിശയിൽ നയിക്കേണ്ടതിന് വളരെ ശാന്തമായി ആ കപ്പിത്താൻ കപ്പൽ ഓടിക്കുന്നത് റോബർട്ട് സ്റ്റീവൻസൺ കണ്ടു. ക്യാപ്റ്റന്റെ മുറിവിട്ട് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ കൂടി അടുക്കലേക്ക് സ്റ്റീവൻസൺ നടന്നു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്യാപ്റ്റന്റെ മുഖം ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഓക്കെയാണ്. ആ ഒറ്റ വാക്ക് മതിയായിരുന്നു ജീവനെ പേടിച്ച് ഭയചകിതരായി വലിയ കപ്പലിനുള്ളിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം പകരുവാൻ. സത്യത്തിൽ ഭാവഭേദമില്ലാത്ത, പരിഭ്രാന്തിയില്ലാത്ത, ചിരിക്കുന്ന ക്യാപ്റ്റന്റെ മുഖം അവർക്ക് നൽകിയത് ഒരു പുതിയ പ്രതീക്ഷയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകളെ നേരിടുമ്പോൾ ദൈവം നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നത് നമ്മൾ മറന്നുപോകുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും പ്രപഞ്ചത്തിന് നിയന്ത്രിതവുമായ ദൈവം അനുവദിക്കാതെ നമുക്കാർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പേടിയെല്ലാം ഓടി അകലും. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇനി എന്ത്
എന്ന ചോദ്യമാണ് അകത്തുള്ളതെങ്കിൽ പുഞ്ചിരിക്കുന്ന നിങ്ങളുടെ ഉടയവൻ്റെ മുഖം നിങ്ങൾ കാണണം. അങ്ങനെ വരുമ്പോൾ പേടിയെല്ലാം ഓടിയകലും. പൂർണ്ണ ധൈര്യത്തോടെ ഏത് കൊടുങ്കാറ്റിനെയും നേരിടുവാനാവും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, അതിനെ നോക്കി ഭയപ്പെടുകയല്ല, നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന നിങ്ങളുടെ ഉടയവൻ്റെ തേജസ്സുള്ള മുഖം കണ്ടുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഈ കപ്പൽ തകരാൻ ഉടയവൻ അനുവദിക്കില്ല. കൃത്യമായ വഴിയിൽ, കൃത്യമായ സ്ഥലത്ത് അവൻ നിങ്ങളെ എത്തിക്കും. ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങളെ നയിക്കുവാൻ കൂടെയുണ്ട്.